Good morning, dear children. Today we are studying about the lesson Who to. Here we are discussing about Kabaddi. Kabaddi is known in various names in different parts of India. Kabaddi is originally an outdoor game. It does not need any equipment and can be played in any open space. Nowadays, Kabaddi tournaments are played indoors. Look here, the picture of indoor Kabaddi court. Kabaddi is recognized as the national sport of Bangladesh. It is known as Hadudu in Bangladesh. അപ്പോൾ കബഡി ഒരു ഔട്ട്ഡോർ ഗെയിമാണ്. കബഡി ഓരോ സ്ഥലത്തും ഓരോ പേരിലാണ് അറിയപ്പെടുന്നത്. ഇതൊരു ഔട്ട്ഡോർ ഗെയിമാണ്. എന്താണ് ഔട്ട്ഡോർ ഗെയിം? നമ്മൾ പുറത്ത് വെച്ച് കളിക്കുന്ന ഗെയിംസിനാണ് ഔട്ട്ഡോർ ഗെയിം എന്ന് പറയുന്നത്. കബഡി കളിക്കുന്നതിന് ഒരുപാട് ഉപകരണങ്ങളുടെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഓപ്പൺ സ്പേസിൽ കളിക്കാവുന്നതാണ് കബഡി. പക്ഷേ ഇപ്പോഴിത് ഇൻഡോർ ആയിട്ടും കളിക്കുന്നുണ്ട്. ചിൽഡ്രൻ, ലുക്ക് അറ്റ് ദ കബഡി കോർട്ട്. A kabaddi court is 13 meter long and 10 meter wide. Kabaddi is a rough game. It has many rules. In playing kabaddi, one needs to use both mind and body. Good coordination is required between the eyes, legs and arms. ഇപ്പോൾ കബഡി ഒരു പരുക്കനായിട്ടുള്ള ഗെയിമാണ്. ഇപ്പോൾ കബഡി കളിക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും അതുപോലെ കൈകളുടെയും കാലുകളുടെയും കണ്ണുകളുടെയും ഒക്കെ ഒരു ഏകോപനം ഉണ്ടായിരിക്കണം. കൈയും കാലും മനസ്സും ശരീരവും എല്ലാം ഒരുമിച്ച് ഏകോപിപ്പിച്ചുള്ള ഒരു കളിയാണ് കബഡി. Now take page number 79 in your text. The game of kabaddi. So this is what a game of kabaddi is like: pushing and pulling, screaming and shouting, dragging and falling on the ground. It is a rough game, yet it has many rules. ഇപ്പോൾ കബഡി എങ്ങനെയുള്ള ഗെയിമാണ്? കബഡി തുള്ളുകയും വലിക്കുകയും അലറി വിളിക്കുകയും അതുപോലെ വലിയുകയും വീഴുകയും അല്ലെ തറയിൽ വീഴുകയും ഒക്കെ ചെയ്യുന്ന ഒരു പരുക്കനായിട്ടുള്ള ഗെയിമാണ് കബഡി. ഇതിൽ ധാരാളം റൂൾസൊക്കെ ഉണ്ട്. ഇറ്റ് ഈസ് ലോട്ട് ഓഫ് ഫൺ ആൻഡ് ലോട്ട്സ് ഓഫ് എക്സസൈസ്. അപ്പോൾ ഇത് നമുക്ക് നല്ല വിനോദം നൽകുകയും അതുപോലെ തന്നെ ഒരുപാട് എക്സസൈസ് ഒക്കെ തരുന്നുണ്ട്. ഹോൾഡിംഗ് യുവർ ബ്രെത്ത് വൈൽ റണ്ണിങ് ആൻഡ് കണ്ടിന്യൂസ്ലി സേയിങ് കബഡി കബഡി ആൻഡ് ഓൾസോ ട്രൈങ് ടു ടച്ച് ദ പ്ലെയേഴ്സ് ഓഫ് ദി ഓപ്പോസിറ്റ് ടീം. സോ മെനി തിങ്സ് ടു ഡു ഇൻ കബഡി. You can do this as long as you can hold your breath. ഇപ്പോൾ കബഡി കളിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഓടിക്കൊണ്ട് ഓപ്പോസിറ്റ് ടീമിൽ ചെന്ന് ശ്വാസം വിടാതെ കബഡി കബഡി എന്ന് പറഞ്ഞ് ഓപ്പോസിറ്റ് ടീമിലെ പ്ലെയേഴ്സിനെ ടച്ച് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ഔട്ടാകാതെ നോക്കണം. അങ്ങനെ പിന്നെ ശ്വാസം വിടാതെ നോക്കണം. ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഗെയിമാണ് കബഡി. You need to use both your body and mind in this game. You have to use your strength to pull or stop the players. അപ്പോൾ നമ്മുടെ ശരീരവും മനസ്സും ഒക്കെ ഏകോപിച്ചുകൊണ്ടുള്ള ഒരു ഗെയിമാണ് കബഡി. അതുപോലെ തന്നെ നമ്മുടെ സർവ്വശക്തിയും ഉപയോഗിച്ച് ഈ വരുന്ന പ്ലെയേഴ്സിനെ അവിടെ പിടിച്ചു നിർത്താൻ ശ്രമിക്കണം. അതുപോലെ തന്നെ യു ഹാവ് ടു തിങ്ക് അറ്റ് ദ സെയിം ടൈം യു ഹാവ് ടു തിങ്ക് എബൌട്ട് ഹൗ ടു എൻ്റർ ദ അതർ സൈഡ്. യു ഹാവ് ടു ഡിസൈഡ് whom to touch quickly and come back. If you get caught, then how do you reach the line in the center? അപ്പോൾ ഓപ്പോസിറ്റ് ടീമിലെ പ്ലെയർ വരുമ്പം ആ പ്ലെയറിനെ അവിടെ പിടിച്ചു നിർത്തി ഔട്ടാക്കാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ എങ്ങനെ ഓപ്പോസിറ്റ് ടീമിൽ ചെന്ന് അവിടെയുള്ള പ്ലെയേഴ്സിനെ ഔട്ടാക്കാമെന്ന് ചിന്തിക്കണം. അതുപോലെ തന്നെ നമ്മളെ അവർ പിടിച്ചു നിർത്താതെ വേഗം തിരിച്ചു വരാൻ നോക്കണം.
അഥവാ നമ്മളെ പിടിക്കുകയാണെങ്കിൽ നമ്മൾ വേഗം വലിഞ്ഞു നമ്മുടെ കോർട്ടിൻ്റെ സെൻട്രൽ ലൈനിൽ ടച്ച് ചെയ്യാൻ ശ്രമിക്കണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു ഗെയിമാണ് കബഡി. Take next page. Next time when you play kabaddi, focus your attention on your legs, arms and eyes. You will notice that good coordination is required between eyes, legs and arms. ഇപ്പോൾ കബഡി കളിക്കുമ്പോൾ നമ്മുടെ ശരീരവും മനസ്സും അതുപോലെ കൈയും കാലും ഒക്കെ നമ്മൾ നോട്ട് ചെയ്യണം അല്ലേ. നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും കൈയുടെയും കാലുകളുടെയും ഒക്കെ ഏകോപനം വേണ്ടി ഒരു കളിയാണ് കബഡി. Look at this question. Try to hold your breath and keep saying kabaddi kabaddi. How many times could you say it? ശ്വാസം പിടിച്ചു വെച്ചുകൊണ്ട് കബഡി 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 എന്ന് നിങ്ങൾക്ക് എത്ര തവണ പറയാൻ പറ്റും? നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. How many times can you say it? How many times you can say? About 20 or 25 or 20 or 25 times you can say. How many times can you say it while you are playing kabaddi? Is there any difference? നിങ്ങൾക്ക് ശ്വാസം പിടിച്ചു വെച്ചുകൊണ്ട് കളിക്കുമ്പോൾ എത്ര തവണ ഇങ്ങനെ പറയാൻ പറ്റും? എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? യെസ്. വെൻ യു പ്ലേ എ കബഡി you can say about 15 or 20 times. The next question. Make a picture in your notebook to show how Shyamala managed to get the entire opposing team out in one go. അപ്പോൾ ശ്യാമള എങ്ങനെയാണ് ഓപ്പോസിറ്റ് അടുത്ത എതിർ ടീമിലെ അംഗങ്ങളെ ഒരു പ്രാവശ്യം ഔട്ടാക്കിയത് എങ്ങനെയാണെന്ന് അതിൻ്റെ പിക്ചർ നിങ്ങൾ നോട്ട്ബുക്കിൽ വരയ്ക്കുക. Next, what does it mean to be out in games? When does one gets out in kabaddi? ഇപ്പോൾ ഒരാൾ ഗെയിമിൽ ഔട്ടാകുക എന്ന് വെച്ചാൽ എന്താണ് അതിൻ്റെ അർത്ഥം? അല്ലെങ്കിൽ അതുപോലെ തന്നെ എപ്പോഴാണ് കബഡിയിൽ ഒരാൾ ഔട്ടാകുന്നത്? ബീയിങ് ഔട്ട് ഇൻ ഗെയിംസ് മീൻസ് ദ പ്ലെയർ വിൽ നോട്ട് ബി അലൗഡ് ടു കണ്ടിന്യൂ ദ ഗെയിം. ഇപ്പോൾ ഔട്ടാകുമെന്ന് പറഞ്ഞാൽ എന്താ? പ്ലെയറിന് അവിടെ വീണ്ടും കളിക്കാൻ പറ്റത്തില്ല, അവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. ഇൻ എ കബഡി പ്ലെയർ ഗെറ്റ്സ് ഔട്ട് ഇൻ 3 ways. ഇഫ് ഹി സ്റ്റോപ്ഡ് ബൈ ദ ഓപ്പോസിഷൻ, അപ്പോൾ അടുത്ത ടീമിൽ ചെല്ലുമ്പോഴത്തേനും അവിടെ ഉള്ളവർ പിടിച്ചു വെക്കുകയാണെങ്കിൽ ഔട്ടാകും. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ശ്വാസം വിടുകയാണെങ്കിൽ ഔട്ടാകും. ഹി ടച്ചസ് ഓപ്പോസിഷൻ പ്ലെയർ ആൻഡ് കുഡ് നോട്ട് സ്റ്റോപ്പ് ഹിം. ഓപ്പോസിഷൻ പ്ലെയറുടെ അല്ലെ എതിർ ടീമിലെ പ്ലെയേഴ്സിനെ ടച്ച് ചെയ്തിട്ട് തിരിച്ചു വരികയാണെങ്കിൽ ആ ടീമിലുള്ളവരൊക്കെ ഔട്ടാകും. ഇഫ് ഹി ലോസസ് ബ്രെത്ത് ആൻഡ് കനോട്ട് സേ കബഡി കബഡി, ഇടയ്ക്ക് ശ്വാസം വിടുകയും അതുപോലെ കബഡി കബഡി പറയാൻ പറ്റാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഔട്ടാകും. In some games, it is very important to touch the player. For example, in the game of Coco, you get out when someone touches you. You also get your turn by someone's touch. Name some games in which it is very important to touch the players. അപ്പോൾ ചില ഗെയിമിന് ടച്ചിങ് അല്ലെ തൊടുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില കബഡിയിൽ ഒപ്പോസിഷൻ ടീമിലെ അംഗങ്ങളെ പോയി ടച്ച് ചെയ്യുകയാണെങ്കിൽ അവർ ടച്ച് ചെയ്തവരെല്ലാം ഔട്ടാവും. അതുപോലെ ചില ഗെയിംസിൽ നിങ്ങൾക്ക് കയറണമെങ്കിൽ അല്ലെങ്കിൽ ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ ഗെയിമിലുള്ള ടീമിലുള്ള ഒരാൾ നിങ്ങളെ ടച്ച് ചെയ്യണം. അപ്പോൾ അങ്ങനെ ടച്ചിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗെയിംസ് ഏതൊക്കെയാണ്? കബഡി, കൊക്കോ ആൻഡ് ഹൈഡ് ആൻഡ് സീക്ക്. In Kabaddi, the entire team was out because Shyamala had touched the line. What are some other games in which the central line is very important? കബഡിയിൽ ശ്യാമള ഓപ്പോസിഷൻ ടീമിലെ അംഗങ്ങളെയൊക്കെ ടച്ച് ചെയ്യുകയും അതുപോലെ സെൻട്രൽ ലൈനിൽ ടച്ച് ചെയ്യുകയും ചെയ്തപ്പോൾ അവരെല്ലാം ഔട്ടായി. അതുപോലെ സെൻട്രൽ ലൈൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗെയിംസ് ഏതൊക്കെയാണ്? ബാഡ്മിൻ്റൺ, table tennis and football. What are the games in which besides the players you have to touch some things or colors?
touch thing, Coco. Touch colors, color race. So, in this class, we learned about what is Kabaddi and how it is played. It is game which requires good coordination between eyes, legs and arms. It is a game which requires good coordination between eyes, legs and arms. Okay. Thank you. Have a nice day.